20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. ചന്തക്കുന്ന് ബംഗ്ലാംകുന്നിലെ കുടിവെള്ള പദ്ധതിക്ക് പുതിയ ടാങ്ക് നിർമ്മിക്കാൻ വനം വകുപ്പ് സ്ഥലം നൽകും. നിലമ്പൂർ MLA PV അൻവർ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, നിലമ്പൂർ നോർത്ത് DFO P കായിക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജ് ടീച്ചർ, സ്കറിയ കിനാത്തോപ്പിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചതിനെ തുടർന്നാണ് DFO സ്ഥലം വിട്ടുനൽകാൻ സന്നദ്ധത അറിയിച്ചത്. 40 വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കാണ് നിലവിലുള്ളത്. ഇത് ഏതു സമയവും തകരാറാവുന്ന അവസ്ഥയിലാണ്. നിലവിൽ ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തിന് ചേർന്നാണ് വനം വകുപ്പ് ഭൂമി നൽകുക എന്ന് PV അൻവർ MLA, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പറഞ്ഞു. മുനിസിപ്പൽ ഏരിയയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ചില പദ്ധതികൾ, സ്കീമുകൾ ഉണ്ടായിരുന്നു. ആ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 50 കോടി 10 കോടിയോളം രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ച് കിട്ടി. അത് സ്റ്റോറേജ് ടാങ്കിന് വേണ്ടി മാത്രമുള്ള പണമാണ്. അപ്പോൾ സ്റ്റോറേജ് ടാങ്കിൻ്റെ സ്ഥലം കിട്ടേണ്ടത് നമുക്കറിയാം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉയരം കൂടിയ പ്രദേശമാണ്. ആ ബംഗ്ലാവിൻ്റെ മേലെ ആ ഭൂമി വിട്ടുകിട്ടാനുള്ള പ്രയാസം കൊണ്ട് ആണ് ഇത് ഏകദേശം 1.5 വർഷം ഇത് നീണ്ടുപോയത്. എന്തായാലും പുതിയ DFO ഇവിടെ ചാർജ് എടുക്കുകയും അദ്ദേഹം വളരെ മാനുഷികമായി തന്നെ ഈ വിഷയം പരിഹരിക്കുകയും ആ 10 സെൻറ്റ് സ്ഥലം ബംഗ്ലാവിൻ്റെ മുകളിൽ നമുക്ക് അനുവദിക്കാൻ തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വെളിയന്തോടുകളുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റുമായിട്ടുള്ള തർക്കമുണ്ടായിരുന്നു. ആ 2 കാര്യങ്ങളും ഇന്ന് എന്താ പറയുക, ആ പ്രതിസന്ധികൾ തീർന്ന് ഈ സ്ഥലം നൽകാനും ആ തോടിൻ്റെ ബാക്കി ഭാഗം കൂടി ഡ്രെയിനേജ് കെട്ടി സംരക്ഷിച്ച് മഴക്കാലത്തുള്ള വെള്ളത്തെ കൃത്യമായി CNG റോഡ് ക്രോസ് ചെയ്ത് കളയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പുറത്തുവന്ന മീറ്റിങ്ങിൽ തീരുമാനമായിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ മുനിസിപ്പൽ ചെയർമാനും ടീച്ചറും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ പങ്കെടുത്തതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന മുനിസിപ്പാലിറ്റിയിലുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം. അമൃതം പദ്ധതിയിലൂടെ 10 കോടി രൂപ ചിലവഴിച്ചാണ് ടാങ്ക് നിർമ്മിക്കുക. 15 വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന പദ്ധതിയാണിത്. KNG റോഡിന്റെ വെളിയംതോട് ഭാഗത്ത് ഡ്രൈനേജ് പൂർണ്ണമാകണമെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തുള്ള കുറച്ച് ഭൂമി കൂടി ലഭിക്കണം. നാടിന്റെ പൊതു ആവശ്യമായതിനാൽ ഇക്കാര്യവും പരിഗണിക്കാമെന്ന് DFO ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. N4 ന്യൂസ്, നിലമ്പൂർ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501 0493-122-1501. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ.